നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി തമിഴ്നാട് ഗവർണർ RN രവി. ദേശീയഗാനം ആദ്യം ആലപിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിയമസഭയിൽ നിന്ന് നയപ്രഖ്യാപന പ്രസംഗം വായിക്കാതെ ഗവർണർ ഇറങ്ങിപ്പോയത്. തുടർന്ന് സ്പീക്കർ M അപ്പാവു നയപ്രഖ്യാപന പ്രസംഗം വായിക്കുകയായിരുന്നു. രാവിലെ നിയമസഭയിലെത്തിയ ഗവർണറെ സ്പീക്കറുടെ നേതൃത്വത്തിൽ സ്വീകരിച്ചു. ഗവർണർ സ്ഥാപിതമായ നിയമങ്ങൾ പാലിക്കണമെന്നും സംസ്ഥാന സർക്കാർ അംഗീകരിച്ച നയപ്രഖ്യാപനം മാത്രമേ വായിക്കാവൂ എന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് മുമ്പ് സ്പീക്കർ M അപ്പാവു ആവശ്യപ്പെട്ടിരുന്നു. സഭയ്ക്കുള്ളിൽ MLA-മാർക്ക് മാത്രമേ അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂവെന്നും മറ്റാർക്കും സാധിക്കില്ലെന്നും സ്പീക്കർ പറഞ്ഞിരുന്നു. പിന്നാലെ തന്റെ പ്രസംഗം തടസ്സപ്പെടുത്തിയെന്ന് ഗവർണർ ആരോപിച്ചു. നടപടിക്രമങ്ങളിൽ അതൃപ്തി അറിയിച്ച ഗവർണർ ദേശീയ ഗാനത്തിന് അർഹമായ പ്രാധാന്യം നൽകിയില്ലെന്നും വിമർശിച്ചു. തുടർന്ന് ഗവർണർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. തന്റെ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കിയിരുന്നുവെന്നും ഗവർണർ ആരോപിക്കുന്നുണ്ട്. ഗവർണർ ഇറങ്ങിപ്പോയതിന് പിന്നാലെ ലോക്ഭവൻ വാർത്താക്കുറിപ്പും പുറത്തിറക്കിയിട്ടുണ്ട്. ഗവർണറുടെ മൈക്ക് ഇടയ്ക്കിടയ്ക്ക് ഓഫാക്കിയെന്നും അദ്ദേഹത്തെ സംസാരിക്കാൻ അനുവദിച്ചില്ലെന്നും വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. നിയമസഭ ആരംഭിക്കുന്നതിന് മുമ്പ് ദേശീയഗാനം ആലപിച്ചില്ല. നയപ്രഖ്യാപന പ്രസംഗത്തിൽ വസ്തുതാവിരുദ്ധമായ അവകാശവാദങ്ങളുണ്ട് തുടങ്ങിയ ആരോപണങ്ങൾ ഉൾപ്പെടെ ഗവർണർ ഇറങ്ങിപ്പോയതിന് 13 കാരണങ്ങൾ വ്യക്തമാക്കിയാണ് ലോക്ഭവന്റെ വാർത്താക്കുറിപ്പ്. അതേസമയം ഗവർണറുടെ നടപടി ഖേദകരമാണെന്ന് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ പറഞ്ഞു. ഗവർണർ തമിഴ്നാട് നിയമസഭയെ അവഹേളിച്ചുവെന്നും സർക്കാർ നൽകിയ പ്രസംഗം ഗവർണർ അംഗീകരിച്ചില്ല എന്നും സ്റ്റാലിൻ അറിയിച്ചു. പിന്നാലെ നയപ്രഖ്യാപനത്തിന്റെ തമിഴ് പരിഭാഷ സ്പീക്കർ നിയമസഭയിൽ വായിച്ചു. അതിനുശേഷമാണ് നിയമസഭാ സമ്മേളനം ആരംഭിച്ചത്. ഇത്തരത്തിൽ 3ാം തവണയാണ് ഗവർണർ നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത്.